ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അംജ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കിവിടെ കുറച്ച് നല്ല നാടൻ പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അത് ഉപ്പേരി ഒന്ന് വെച്ചിട്ട് വെട്ടി കേട്ടോ. ഇന്നിപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇതാണ് കേട്ടോ ഉപ്പേരി ചോറിന് കൊടുത്തയക്കുന്നത്. സമയം ഇപ്പം തന്നെ 6:10 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ആ പയറിൻ്റെ തലയും വാലും ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. തലയും വാലും മീൻസ് അതിൻ്റെ രണ്ടറ്റം ഒന്ന് കളഞ്ഞിട്ട് നാരുണ്ടെങ്കിൽ നാര് കൂടി എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു കൈ പിടിക്കും ഒതുങ്ങുന്ന അളവിൽ നമ്മൾ പയർ എടുക്കണം കേട്ടോ. എന്ന ശേഷം നമ്മൾ കട്ടിംഗ് ബോർഡിലോട്ട് വെച്ചിട്ട് അതൊന്ന് കട്ട് 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 പറഞ്ഞിട്ട് അരിയണം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ കട്ടിംഗ് ബോർഡ് എവിടെ നിന്ന് വാങ്ങിയെന്ന് ആരും ചോദിക്കരുത്. ഇതിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പയറൊക്കെ നമ്മൾ ഏകദേശം അരിഞ്ഞ് കഴിയാറായി. കുറച്ചധികം പയറുണ്ട് കേട്ടോ, കാരണം ഉച്ചക്കലേക്കും കൂടി അത് എടുക്കണം. അപ്പോൾ ഞാൻ വേഗം ഉപ്പേരി താളിക്കാനുള്ള സാധനം എടുക്കുന്നുണ്ട് കേട്ടോ. 2 വലിയ പച്ചമുളകാണ് കേട്ടോ, ഒരു അരമുറി സവാളയും ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് ചെറിയ ഉള്ളി കുറവായ കാരണം ഞാൻ വലിയ ഉള്ളിയാണ് ഉപയോഗിക്കാറ്. സാധാരണ ഞങ്ങൾ ചെറിയ ഉള്ളി കുറവുള്ള സമയത്ത് വലിയ ഉള്ളിയാണ് എടുക്കാറില്ല. അപ്പോൾ ഞാൻ ആ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ വലിയ ഉള്ളി അരിയണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്താലാണ് നമ്മളെ പോലെയുള്ള ചെറിയ ബ്ലോഗേഴ്സിനൊക്കെ മുന്നോട്ട് കടന്നു വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചട്ടി ചൂടായ സമയത്ത് നമ്മളിത് ഓയിലും വെളിച്ചെണ്ണയും ഞാൻ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ വെക്കൽ. കടുക് പൊട്ടിച്ച് പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പാകത്തിന്. ഞാൻ ഇന്ന് ഇങ്ങനെയാണ് വെച്ചത്. നിങ്ങളെങ്ങനെയും സാധാരണ പയറുപ്പേരി വെക്കില്ലെന്നൊന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പയറൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ അടുക്കളയിൽ കരിയും പുകയൊന്നും ഇല്ലാണ്ട് പറ്റില്ലല്ലോ, അപ്പോൾ പുക മസ്റ്റാണ് കേട്ടോ. പയറൊക്കെ ഞാൻ വാരിയിട്ടു. പയർ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. പയർ ഏകദേശം 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ പയറുപ്പേരിയുടെ ഫൈനൽ സ്റ്റേജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ